കേക്കിൻ്റെ ബേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? കേക്ക് ഉണ്ടാക്കിയിട്ട് അത് സെറ്റാക്കാൻ കുറച്ച് പണിയാണെങ്കിലും അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ അത് വേറെ തന്നെയാണ്. ഇത് ഉണ്ടാക്കുമ്പോൾ തൊട്ട് തുടങ്ങിയതാണ് എൻ്റെ കുട്ടി ഇത് കഴിക്കാനായിട്ട് ചോദിക്കല്. വീട്ടിലുള്ളവർക്കൊക്കെ കേക്ക് എത്ര കഴിച്ചാലും പൂതിരൂല. അപ്പൊ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു സന്തോഷമാണ്. വീട്ടിലുള്ളവർക്ക് മാത്രമല്ല, പുറത്തുനിന്ന് ഓർഡേഴ്സ് കിട്ടുകയാണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കും. കേക്കിൽ പല ഡിസൈൻസ് കൊടുക്കുന്നത് എൻ്റെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. മുമ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേക്ക് ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. ഇപ്പൊ പിന്നെ വല്ല ഓർഡർ അല്ലെങ്കിൽ വല്ല ബർത്ത്ഡേ ഫംഗ്ഷൻ അത്ര ഓരോ കാര്യങ്ങൾ പറഞ്ഞ സമയം പോയത് അറിഞ്ഞില്ലടോ. ഞാൻ വനില സ്പഞ്ചിലെ ഫോണ്ടൻ കേക്ക് കണ്ട ചെയ്യുന്നത്. കേക്കിൻ്റെ ഐസിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടില്ല, കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണം. നെക്സ്റ്റ് ടൈം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തോട്ട് വന്ന കേക്കിന്റെ മേലേക്ക് പേര് എഴുതി കൊടുക്കണ്ടേ? വിപ്പിംഗ് ക്രീമിലോട്ട് തന്നെ കുറച്ച് കളർ എടുത്തിട്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ പേര് എഴുതുന്നത്. നിങ്ങൾ വിചാരിക്കും പേര് എഴുതുന്നതൊക്കെ ഇത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റുമെന്ന്. നോ, വീഡിയോ സ്പീഡ് കൂട്ടിയതാണ്. ഇതൊക്കെ സ്ലോലി ചെയ്യുന്ന കാര്യങ്ങളാണ് ഗൈസ്. പിന്നെ കേക്കിന് താഴെ അതുകൊണ്ട് തന്നെ ചെറിയൊരു ഡിസൈൻ ഞാൻ കൊടുത്തു. ഒന്നും പറയാനില്ല, സിമ്പിൾ ഡിസൈനാണ് ഗൈസ് ചെയ്തത്. എല്ലാം നമ്മൾ ട്രൈ ചെയ്യണ്ടേ? ഇതൊക്കെ ശരി, ഇനിയാണ് കുറച്ച് പാട്. ഫോണ്ടൻ കൊണ്ടുള്ള ആ ഒരു കളി. ഫോണ്ടൻ കേക്ക് കാണാൻ കുറച്ച് ലുക്കാണെങ്കിലും ചെയ്തെടുക്കാൻ ഒരു ഇത്തിരി പാടാണ്. ഒരു ഫോറസ്റ്റ് തീമിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാലും അതിനിടയിൽ കുറച്ച് ലോലിപോപ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുട്ടികളുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. അപ്പൊ മക്കളുടെ സന്തോഷം കാണാനേ ഇങ്ങനെയൊക്കെ കുറച്ച് റിസ്ക് എടുക്കുന്നതിലും കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഇനി നിങ്ങൾ എങ്ങനെയാണ്? അപ്പൊ ഇനി നേരെ ഫ്രിഡ്ജിനുള്ളിലോട്ട് പോയിക്കോട്ടെ, എന്നിട്ട് സെറ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പൊ എന്റെ കുട്ടിന്റെ മുഖത്തെ ആ ചിരി കണ്ടില്ലേ? അതാണ് ചില കാര്യങ്ങളിലെ പെർഫെക്ഷൻ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോ ഈ കേക്കിന്റെ ഔട്ട്ലുക്ക് എങ്ങനെയുണ്ട് നിങ്ങൾ പറ. അപ്പോ കേക്ക് അത്ര വലുതൊന്നുമല്ല, ചെറിയൊരു കേക്കാണ് ഉണ്ടാക്കിയത്. ഉണ്ടാക്കാൻ മെനക്കെട്ട സമയത്തിന്റെ ഒരു 5% പോലും കഴിച്ചു തീർക്കാൻ വേണ്ട കേട്ടോ. ഫ്രിഡ്ജ് 2-3 പ്രാവശ്യം തുറന്നെടുക്കുമ്പോഴേക്കും കേക്ക് എവിടെ പോയിന്ന് കാണില്ല. അപ്പൊ കിഡ്ഡീസൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ.